മീനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമപുരത്തേക്കാണ് പോകുന്നത്. ഒരു 10 സെന്റ് സ്ഥലത്തില് ഒരു 2 നില വീട് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള 2 നില വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക. 60 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആയിട്ടുള്ള 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ പണിതീർന്നിട്ടിരിക്കുന്ന 1500 സ്ക്വയർ ഫീറ്റിനടുത്തുള്ള നല്ലൊരു വീടിന്റെ നല്ല ദൃശ്യങ്ങൾ. ഇതാ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇത് ടാർ റോഡിലാണ് നിൽക്കുന്നത്. ബസ് റോഡിൽ നിന്നും ഏകദേശം 200 മീറ്ററോളം മാത്രം മാറി നിൽക്കുന്ന 11 സെൻറ്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 നില വീടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുക. പാലാ രാമപുരത്താണിത്. രാമപുരത്ത് ബസ് റോഡ് സൈഡിൽ 200 മീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന പണി തീർന്നുകൊണ്ടിരിക്കുന്ന മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഇടാനുള്ളതാണ്, ഗേറ്റ് വെക്കാനായിട്ടുള്ളതാണ്, മുറ്റമൊക്കെ വൃത്തിയാക്കാനായിട്ടുള്ളതാണ്, മുറ്റം കെട്ടി ഇൻ്റർലോക്കൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ്. വീടിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മുറ്റത്തിൻ്റെ പണികളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ മുറ്റം ഗേറ്റ് വെച്ച് ഇൻ്റർലോക്ക് ഇട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്ത് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കുഴൽക്കിണറാണ്. ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന മേഖലയാണെങ്കിൽ പോലും മുറ്റത്തിൻ്റെ സൈസ് കളയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കുഴൽക്കിണർ ചെയ്തിരിക്കുന്നത്. 10 സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന 1500 സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതാണ് ഫ്രണ്ട് ഡോറ്. തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് ഭിത്തിയിലൊക്കെ ഒരു ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണമുറിയിൽ നിന്നും നമ്മൾ നേരെ സ്വീകരണമുറിയിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ഫാൻസി ലൈറ്റുകൾ, അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളാണ് മുഴുവൻ കൊടുത്തിരിക്കുക. LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശ്യം. ഇവിടെ നല്ല മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ കാണുന്നത്. ഡൈനിങ് ഹാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ തന്നെ. അതുപോലെ തന്നെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. താഴെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും മുകളിൽ 1 ബെഡ്റൂമും, അങ്ങനെ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുക. 60 ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് സ്ഥലവും നെഗോഷ്യബിളാണ്. ഹൈവേയിൽ നിന്നും ബസ് റോഡിൽ നിന്നും 200 മീറ്റർ ദൂരമാണ് ഈ വീടിൻ്റെ ദൂരം. എല്ലാ കടകളും ജംഗ്ഷന് എല്ലാം അടുത്തുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന, രാമപുരത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. അപ്പോൾ ഇവിടെ രാമപുരം പള്ളിയുമായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടൊരു 10-700 മീറ്റർ ദൂരം പോയാൽ അമ്പലത്തിലേക്ക് പോകാം. കടകളിലേക്ക് പോകുവാനായിട്ടൊരു 10-200 മീറ്റർ ദൂരമാണുള്ളത്. വെള്ളം സുഗമമായി വെള്ളം കിട്ടുകയും എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകളാണ്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് ഇവിടെ കണ്ടത്. 2 പൈപ്പ് നിൽക്കുന്നത്. AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മനോഹരമായ അടുക്കള. എല്ലാം നല്ല കബോർഡ് വർക്കുകൾക്കെല്ലാം അലങ്കൃതമായ നല്ലൊരു അടുക്കളയാണ്. മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡുകളാണ്. മൊത്തം പണി തീർന്നു കഴിയുമ്പോൾ ഉറപ്പായും നല്ല വീടാണ്. നല്ല രീതിയിലുള്ള നല്ലൊരു മോഡൽ വീട് തന്നെയാണ്. അകത്തെ ചെറിയ വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ളത്. മുറ്റത്തിൻ്റെ പണികളാണ് ഇനി ബാക്കി പെൻഡിങ് നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. 60 ലക്ഷം രൂപ ചോദിക്കുന്നു. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ നിലവിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ബെഡ്റൂമും കൊണ്ട് എടുക്കണമെങ്കിൽ ഇതാണ്ട് ഇവിടെ സ്ഥലമുണ്ട്. നമ്മുടെ ഈ ഓപ്പൺ ടെറസ് ഏരിയയിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. 1-2 ബെഡ്റൂം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്.
രണ്ട് നില വീടുകൾ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീട് ഏറ്റവും ഉചിതമായിട്ടുള്ള വീടാണ്. പ്രത്യേകിച്ചും ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ജോലിക്ക് പോകുവാനോ നടന്നു പോയി അല്ലെങ്കിൽ പേരൻസ് മാത്രമേ വീട്ടിലുള്ളൂ എന്നുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് തന്നെ നടന്നു പോയി കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുവാനോ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും എളുപ്പമുള്ള നല്ലൊരു വീട് തന്നെയാണ്. പിന്നെ വീണ്ടും ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. നമുക്കിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണാം, നല്ല വീടുകൾ തന്നെ, പുതിയ വീടുകൾ തന്നെ വന്നിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഇതാണ് ഓപ്പോസിറ്റ് കാണുന്ന വീടുകളൊക്കെ കാണാം. തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്. അപ്പോൾ നല്ലൊരു വീട്, നല്ലൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.